ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിറ്റ്നസ് വീലിൻ്റെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ക്വീൻസ് വെയർ റണ്ണേഴ്സിൻ്റെ സ്വന്തം ലിബിൻ ചേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണിയെക്കുറിച്ചാണ്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ലിബിൻ ചേട്ടൻ സൈക്ലിംഗ് റണ്ണിങ് ജേണി ലൈഫിൻ്റെ പാർട്ടാക്കിയിട്ട് എത്ര നാളായി? റണ്ണിങ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കൊല്ലം ആകാമുള്ളൂ. റണ്ണിങ്ങിൽ സൈക്ലിംഗ് ഒരു 6 വർഷം. ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് കോവിഡിൻ്റെ ടൈമിലാണ് സൈക്ലിംഗ് ആരംഭിക്കുന്നത്. റണ്ണിങ് ഇപ്പോൾ ഏകദേശം 10 വർഷമായി. റണ്ണിങ് തുടങ്ങുന്ന സമയത്ത് ലിബിൻ ചേട്ടൻ്റെ ബോഡി വെയിറ്റ് എത്രയായിരുന്നു? അതിനെക്കുറിച്ച് പറയാമോ? ഏകദേശം ഒരു 100 കിലോ അടുത്ത് കാണും. കാരണം അന്ന് വെയിറ്റ് നോക്കാനായിട്ടൊക്കെ നമുക്ക് പേടിയാണ്, ഒരു വെയിങ് മെഷീനിൽ കയറാനായിട്ടൊക്കെ. അത് എന്നാലും ഏകദേശം ഒരു 98-100 അടുത്ത് അന്ന് ഉണ്ടാവും. റണ്ണിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 98 കിലോ ആയിരുന്നു. അതിപ്പോൾ 60 കിലോയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ റണ്ണിങ്ങും സൈക്ലിംഗ് ഒക്കെ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതിനെക്കുറിച്ച് പറയാമോ? ഒത്തിരി റണ്ണിങ്ങും സൈക്ലിങ്ങും ഒത്തിരി വെയിറ്റ് ലോസിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഈ 10 വർഷം കൊണ്ട് ഒറ്റയടിക്കല്ല ഈ വെയിറ്റ് ലോസ് 60-ലെത്തിയിരിക്കുന്നത്. അത് ആദ്യം ഒരു 80 കിലോ, 100-ൽ നിന്ന് ഒരു 80 കിലോ ആയിട്ട് കുറച്ച് നാൾ ആ ഒരു വെയിറ്റിൽ ചിക്കോണായി. പിന്നെ അത് 70 കിലോ വന്നു നിന്നു. പിന്നെ കോവിഡ് ടൈമിൽ ഡയറ്റിങ്ങും സൈക്ലിങ് റണ്ണിങ് അതുകൂടാതെ നമ്മൾ ഫുഡ് കൺട്രോളിങ്ങും കൂടി എടുത്ത ശേഷമാണ് ബാക്കിയുള്ള എനിക്ക് വെയിറ്റ് ലോസ് ആ ട്രാൻസ്ഫോർമേഷൻ വന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളുടെ റണ്ണിങ്ങിലേക്കും സൈക്ലിങ്ങിലേക്കും വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയാമോ? ഒത്തിരി ആളുകൾ ശരിക്കും വെയിറ്റ് ലോസും പിന്നെ നമ്മളുടെ ക്ലബിൻ്റെ ഒരു പ്രത്യേക ഇവൻറ്റിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എനർജി, അതുപോലെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതുകൊണ്ടിട്ട് ഒത്തിരി ആളുകൾ അങ്ങനെ കൂടുതൽ ആളുകളും വന്നിരിക്കുന്നത് റണ്ണിങ്ങിലോട്ട് വന്നിരിക്കുന്നത് ആ ഒരു സംഗതി കണ്ടിട്ടാണെന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ പറ്റും. ഒത്തിരി ആളുകൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ള ആളുകൾ. പിന്നെ അതുപോലെ എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മാതൃകയാക്കാനും കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടും ഉണ്ട്. അവർ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അന്ന് 98 കിലോ ഒക്കെ ഉള്ള സമയത്ത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഷുവർ, ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഈ നമ്മൾ ഒരു ഐഡിയൽ വെയിറ്റ് ആവുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻറ്റ് ലെവൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. പിന്നെ അതുമാത്രമല്ല, ഈ അന്നത്തെ കാലത്ത് മലയാറ്റൂർ മല എല്ലാ വർഷവും മലയാറ്റൂർ മല കയറുന്നൊരു ചടങ്ങുണ്ട് ട്രഡീഷണലായിട്ട്. ഞാൻ ഇതുവരെ എൻ്റെ ആ വെയിറ്റ് ആ തടിയൻ ആയിരുന്ന സമയത്ത് എനിക്ക് കയറാനായിട്ടുള്ള ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് അവിടെ കയറുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ, ഹാർട്ട് പ്രശ്നം വരുമോ എന്നുള്ള ഭയങ്കര കോൺഫിഡൻറ്റ് കുറവായിരുന്നു. പക്ഷേ വെയിറ്റ് കുറഞ്ഞ ശേഷം ഈ പിന്നെയുള്ള സീസണിൽ 2 തവണ ഞാൻ മലയാറ്റൂർ മല കയറാറുണ്ട്. ഒന്ന് ക്വീൻസ് വെയർന്ന് 42 കിലോമീറ്റർ റൺ ചെയ്ത് പോയിട്ട് അവിടെ മല കയറും ടീമായിട്ട് പോയിട്ട്. അടുത്തത് ആ സീസണിൽ തന്നെ ഫാമിലി ആയിട്ട് പോയി കയറും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അത്രയുള്ള ധൈര്യവും കോൺഫിഡൻറ്റ് ലെവലും വളരെയധികം കൂടുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡ്രസ്സ് അത്രയും വണ്ണുള്ള ഒരാൾക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ഡ്രസ്സും നമുക്ക് ഫിറ്റായിട്ടുള്ള കിട്ടില്ല.